വാൻ ലൈഫ് സ്വപ്നങ്ങളിൽ നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അതുപോലുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മുടെ യാത്ര എത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കിടക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ ഒരു വഴികളിലൂടെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. 17 miles on the freeway, dragging my heart through a relay. When will my skin feel sea spray? 17 miles on the freeway. രാംപൂർ ഹൈവേന്ന് ലെഫ്റ്റ് സൈഡിലോട്ടൊരു ചെറിയൊരു ഓഫ് റോഡ് കണ്ടപ്പോൾ നമ്മൾ അതിൽ ഇറക്കി. എന്താവും എന്നറിയില്ല, എന്താണ് ഇറങ്ങി പോണ്ട് തിരിച്ച് കയറണം. നമ്മൾ ഉസ്താദിനായിട്ട് നമ്മൾ ഓഫ് റോഡ് ഇറക്കണത്. ആ റിവർ സൈഡിൽ എത്തിയ അടിപൊളിയാക്കില്ല നോക്കുക. എന്ന് നമുക്ക് തകർക്കാം. നമുക്ക് അഥവാ കേറിയില്ല എല്ലാരും ഇറങ്ങി അങ്ങ് തള്ളും. ഇത്രേ ഉള്ളു. ഏതാടാ വഴി? എന്റെ പൊന്ന് ഓരോ കന്നലും. കല്ല്. അപ്പൊ അങ്ങനെ നമ്മൾ ആ വഴി കൂടെ ഇറങ്ങിയിട്ട് ഈ ഒരു സ്പോട്ടിലൊന്ന് നിൽക്കണം കേട്ടോ. എൻ്റെ പൊന്നെ നോക്കി ഇവിടുന്ന് താഴത്തോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കളറില ഒരു പച്ച നിറത്തിലുള്ള നദി ഇതിലേ ഒഴുകണുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇന്ന് കുക്കിങ്ങും ഔട്ട്ഡോർ പരിപാടിക്കും എൻ്റെ പൊന്നെ നമ്മൾ വന്നത് ആ മുകളിൽ നിന്നാട്ടോ വന്നത്. ആ ഒരു ഇടയ്ക്കൊരു ലൈൻ ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി ഇവിടെ എത്തി. അപ്പൊ അങ്ങനെ ഉസ്താദ് ഓഫ് റോഡും കടന്നു. പൊളി, ഒരു രക്ഷയിലിട്ടാ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് നടന്നു നോക്കടാ. അവിടെ എന്തെങ്കിലുമൊക്കെ സ്പോട്ട് കിട്ടിയാലാ ഒരു കാര്യം ചെയ്യാം, ജാക്കറ്റ് എടുക്കാം. നല്ല എന്താ ആംബിയൻസ് നോക്കിയേ. ഒരു രക്ഷ ഒരു ആളും മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ വണ്ടി ഇട്ടിട്ട് സ്റ്റേ ചെയ്യാൻ പോകട്ടാ. വാൻ ലൈഫിന്റെ ഒരു എന്താ പറയാ അല്ലെ, ഇതൊക്കെയാണ്. അതെ, നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ട് വണ്ടി നമ്മൾ മിക്കവാറും ഒന്ന് കുക്കിംഗ് ഔട്ട്ഡോറിലായിരിക്കും കേട്ടോ. നമ്മുടെ ടേബിളും ചെയറൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഈ പുഴയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പുഴയുടെ സൈഡിലൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് സൈഡിൽ പോയിട്ട് ചെറിയ മരച്ചില്ലകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇത് നമ്മളിവിടെ വെട്ടിയിട്ട് നമ്മളിന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഒന്ന് സെറ്റായി ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. ആഹാ എന്താ രസം. ഇനി നമുക്ക് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലിട്ട് കൊണ്ടുവന്ന കപ്പ അല്ലേ, പോളി സാധനം വാവുക്കതെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടാ. ഇത് കപ്പയുടെ കൂടെ നല്ല ഹിമാചലി ചേമ്പിട്ടാ. ആഹാ സെറ്റ്. അപ്പോൾ ഇവിടെ ഇഞ്ചി പൊളിക്കുന്നു, തക്കാളി എരിയാൻ പോകുന്നു, ഇഞ്ചി തൊലിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല ഒരു ഹിമാലയൻ കാറ്റ് ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടപ്പോൾ അവിടെ ബാബുക്ക് ചോദിച്ചു മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ. അപ്പോൾ അവരുടെ വീട്ടിലെടുത്ത് വെച്ചിരുന്ന മീൻ ഒരെണ്ണം എടുത്തു തന്നു. ഇത് കാറ്റ് ഫിഷ് അല്ലേ ബാബുക്ക? ഇതിന് എന്തൊക്കെയോ കളയാനുണ്ടല്ലോ. നല്ല ഫ്രഷ് മീനാട്ടോ. അപ്പം അങ്ങനെ നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ബാബുക്ക് കുക്കിംഗ് തുടങ്ങിയിട്ടാണ്. ശരിക്കും ബാബുക്കനെ പറ്റിയിട്ട് ആസ് എ ട്രാവലർ എന്നുള്ള ലെവലിലായിരിക്കും ഒരുപാട് പേർക്ക് അറിയാവുന്നത്. പക്ഷേ മോർ ദാൻ എ ട്രാവലർ ഹിസ് എ ഗ്രേറ്റ് ഷെഫ്. അതായത് കുക്കിങ്ങിന് അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബാബുക്ക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു സോറി പറയാൻ എല്ലായിടത്തും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാബുക്കയുടെ കുക്കിങ്ങിൻ്റെ ഏരിയയൊക്കെ ക്യാമറയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മെമ്മറി കാർഡ് കറക്റ്റഡായി പോയിട്ട് കുറച്ച് വിഷ്വൽസ് നമുക്ക് മിസ്സായി പോയി. അപ്പോൾ എന്തായാലും കുറച്ച് ഇമേജസ് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാബുക്കയുടെ ഹെവി ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് ബാബുക്ക എന്താ പറയുക കപ്പയും മീൻകറിയും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിന് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അപ്പുറത്തുള്ള അവിടുത്തെ ചേട്ടനാണ്. പുള്ളിയാണ് നമുക്ക് മീനൊക്കെ തന്നത്. അനിൽ ഠാക്കൂർ. ഓക്കെ. അപ്പോൾ ആളിവിടെ തിരിച്ചു വന്നേക്കണേ കേട്ടോ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയെന്നൊക്കെ നോക്കാനായിട്ട്. ഓക്കെ, എന്തായാലും സന്തോഷം. बहुत ही अच्छा काम किया अपने भाई लोगों के लिए. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെവി ഫുഡ് റെഡി ആയിക്കാണ്. കപ്പ സ്പെഷ്യലായിട്ടാണ്. ഇത് വിളമ്പി കഴിഞ്ഞിട്ട് പറയാം അതിൻ്റെ സംഭവങ്ങൾ. ഇതൊക്കെയാണ് ഫുഡ്. ഓഹ് എൻ്റെ പൊന്നെ, ക്യാറ്റ് ഫിഷ്. ഓഹ് വാല
അതാ മെയിൻ വാലല്ലേ മണ്ടൻ കാതൽ. അല്ല ഇത്രയും നേരം ഇരുന്നതിന്റെ വിഷമോ പെടല് വെട്ടിട്ടെ എന്നുള്ള എല്ലാത്തിലും പോയില്ലേ, എല്ലാം ഓടി പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഈ കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ, പിന്നെ ഹിമാചലി ചേമ്പ് അല്ലേ, ഹിമാചലി ചേമ്പ്, പിന്നെ നമ്മുടെ ഈ സാധനം സ്പിത്തി കടുകിന്റെ ഇല, സ്പിത്തി എന്നുള്ള കടുകിന്റെ ഇല, പിന്നെ നമ്മുടെ ഹിമാലയൻ കാറ്റ് ഫിഷും. എന്റെ പൊന്നെ ഇതെല്ലാം ഹെവി ഡിന്നർ. ഇച്ചിരി ലേറ്റ് ആയി പോയി ഭക്ഷണം. അതൊരു വിഭാഗമല്ലേ അതെ, മറ്റേ നമ്മളെ മുഷൊക്കെ ടൈപ്പ്. എങ്ങനെയുണ്ട് അവർക്ക് ഫുഡ്? എങ്ങനെയുണ്ട്? ഇടൂ ഈ തണുപ്പത്തുണ്ടല്ലോ കപ്പയും കൂടി ഒരു പിടിയും കുടിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിടാം. അതുപോലെ നമ്മൾ നേരത്തെ മേടിച്ച ഓറഞ്ച് കഴിഞ്ഞ നമ്മുടെ കുക്കുംബറും. ഇപ്പൊ ഹോട്ടലിൽ കയറി കഴിക്കണ പോലെ അതുപോലത്തെ ഫുഡ് വിളിച്ചു പോകാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വണ്ടി ഇന്നലെ നമ്മൾ കിടന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ ഉസ്താദ് ഇവിടെ കിടക്കുന്നു. സൈഡിൽ നല്ല ഒരു മനോഹരമായിട്ടുള്ള നദി. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്ത് രസമാണെന്ന് നോക്കി. അത് പക്ക ഒരു വൈൽഡായിട്ടുള്ള ഏരിയ നമ്മൾ സ്റ്റേ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് പോകാനുള്ളത് രാംപൂർ റൂട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഒന്ന് ഫ്രഷായി സെറ്റപ്പൊക്കെ ആയിട്ട് വേണം പോകാനായി. അപ്പോൾ ഇന്ന് നമ്മൾ വാൻ ലൈഫിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാ ആ ഒരു പിടുത്തമില്ല. അതായത് നമ്മുടെ രാംപൂർ പിയോ റെക്കോങ് പിയോ റൂട്ടിലെ മെയിൻ റൂട്ടിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ട് ഒരു കാട് വഴി താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു 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 പക്ക ആള് മനുഷ്യനൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് സ്റ്റേ ചെയ്തു. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. ഇത് റോഡിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കിടക്കാനാണെങ്കിൽ പിന്നെ അതിന് വലിയ ഒരു അഡ്വഞ്ചർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ യാത്ര. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് നേരം എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടോ. ശരിക്കും അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത്തരം ഒരു യാത്ര വലിയൊരു ഡ്രീമായിരുന്നു. ഞാൻ 2019 ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലോട്ട് എങ്ങനെ എത്തുന്നെന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അന്ന് കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു വർഷത്തോളം ജോലി ചെയ്ത് അതിൽ നിന്ന് സേവ് ചെയ്ത് അങ്ങനെ പിന്നീട് ഇത്രയും വരെയൊക്കെ ആയി. അങ്ങനെ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാര്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ സ്വപ്നങ്ങളുണ്ട്. അതായത് ഓരോ സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യണം, വൂഡ്സിൽ സ്റ്റേ ചെയ്യണം, അതുപോലെ റിവർ സൈഡ് സ്റ്റേ ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞിൽ പോകണം. പിന്നെ കഴിയുമെങ്കിൽ പോസിബിൾ ആണെങ്കിൽ നമ്മൾ എന്തായാലും സ്പിത്തി വാലിയിലോട്ട് പോയിരിക്കും. കാരണം ഈ ഒരു കോവിഡ് സീസണിന് ശേഷം സ്പിത്തി ക്ലോസ്ഡ് ആണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്രൈ നടത്തി നോക്കാം. എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ നമ്മൾ സ്പിത്തിയിലോട്ട് കയറും. അപ്പോൾ എന്തായാലും സ്പിറ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു യാത്രയിൽ വഴിയെ പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ലെറ്റർ എഴുതാൻ പോയ ഒരു കഥയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്കത് ഇനിയുള്ള ദിവസങ്ങളിൽ അതും കൂടി അറിയാം. അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ യാത്ര തുടങ്ങിയിട്ട് പിഒ ഭാഗത്തേക്ക് പോവാണ്, റെക്കോങ് പിഒ ഭാഗത്തോട്ട് പോവാണ്. ബാവുക്ക ഏതെങ്കിലുമൊക്കെ ഒരു വില്ലേജ് പിടിക്കല്ലേ? ഏതെങ്കിലും ഉൾസ്ഥലങ്ങളിൽ പോവാ, വണ്ടി നിർത്തിയിടാ. അതാണ് മൈൻഡ്. അപ്പൊ ഈ റോഡ് നോക്കി, നൈസ് റോഡാട്ടോ. കാസർ റോഡ്. ഓക്കെ, ഈ റോഡ് പിഒ വരെയൊക്കെ എപ്പോഴും ഓപ്പൺ ആയിരിക്കുമല്ലോ ബാബുക്ക? അങ്ങോട്ടാണ് നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെ കാസ വരെയുള്ള നമ്മളിപ്പോ പോകാൻ ഉദ്ദേശിക്കുന്ന നമ്മളെ സുംദോ ഗൗരി ആ ഭാഗത്തേക്ക് ചിലപ്പോ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ റോഡ് ബ്ലോക്ക് ആവും. ഇപ്പൊ നമ്മളിപ്പോ ഷിംലാന്റെ ഡിസ്ട്രിക്ട് കഴിഞ്ഞിപ്പോ നമ്മള് കിന്നോർ ഡിസ്ട്രിക്റ്റിലേക്ക് കയറുകയാണ്. കിന്നോർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത്. കിന്നോറിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പിന്നെ ഇതേമാതിരി ആപ്പിൾ മാതിരി തന്നെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കിന്നോർ. മനോഹരമായിട്ടുള്ള ഈ റൂട്ടിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഓർമ്മകൾ പുറകോട്ട് പോകാട്ടോ. കാരണം ഒന്നും അറിയാതെ, അതായത് ഒരു ഭാഷ പോലും, ഹിന്ദിയിൽ ഒരു വാക്ക് പോലും അറിയാത്തൊരു പ്രായത്തിൽ ഒരു ബസ്സിൻ്റെ ഒരു HRTCയുടെ വിൻഡോ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് കയറി വരികയാണ്.
അപ്പം ഈ ഒരു യാത്രയിൽ ബാവക്ക് കൂടുതലുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. കാരണം ഇപ്പം നമ്മൾ ഈ കാണുന്ന കുറേ പൈപ്പുകളും അതുപോലെ ഇലക്ട്രിക് പ്രൊജക്റ്റൊക്കെ ഉണ്ടല്ലോ, അതെന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത് പറഞ്ഞാല് ഇത് സത്ലജ് റിവർ അല്ലേ, ഈ റിവർ മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ വരുന്ന മുകളിലുള്ള ഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇത് മൗണ്ടൈൻസിനുള്ളിൽ കൂടെ കയറ്റി വിട്ടിട്ട് ഈ ടർബൻ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. എന്നിട്ട് വീണ്ടും ആ വെള്ളം പിന്നെ തിരിച്ച് ഈ പുഴയ്ക്ക് വരും. മനസ്സിലായില്ലേ? വീണ്ടും വെള്ളം തിരിച്ച് ഈ പുഴയ്ക്ക് തന്നെ വരും. വഴി തിരിച്ചു വിട്ടിട്ട് ടർബൻ ചെയ്തിട്ട് അത് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. നമ്മുടെ നാട്ടിൽ ഡാം ഉണ്ടാക്കുന്നതിന് പകരം വഴി നോക്കിയേ, ഒരു രക്ഷയില്ലട്ടാ. പണ്ട് ഇതിലെ HRTC ബസ്സിൽ വന്നതാണ്, ഇപ്പൊ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. Dragging my heart through a relay. When will my skin feel sea spray? 17 miles on the freeway. Can we just one time allow the rules to break? നമ്മൾ ഈ റൂട്ടിൽ വാങ്ടു എത്താറായിട്ടാണ്. വാങ്ടു എന്ന് പറഞ്ഞ സ്ഥലം ആ ഒരു ഏരിയ ആണ്. നോക്കി എന്ത് രസമുള്ള റോഡാന്ന് നോക്കി, ഫുള്ള് വളവും തിരിവും, ഡേഞ്ചർ റോഡാണ്. നോക്കി പോയില്ല എന്ന് ഇനി പണി കിട്ടും. റോഡ് താഴോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്ലജ് നദി ഒഴുകുന്നത് കാണാൻ പറ്റും. നല്ല എന്താ പറയുക, ഈ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ കുറേ ദൂരം നമുക്ക് ഈ നദി തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, സത്ലജ്. നമ്മളിപ്പോൾ ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പാലം കടന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും, അതുപോലത്തെ ഒരു നിർമ്മിതിയാണ്. പക്ഷേ ഇവിടെയൊക്കെ അതാണ് പൊതുവെ എല്ലാ പാലങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. കാണിച്ചു കേട്ടോ ആ പാലത്തിൻ്റെ സ്ട്രക്ചർ നോക്കിക്കോട്ടോ. എൻ്റെ പൊന്നെ നോക്കിയേ, ഹെവി അല്ലേ, ഹെവി നോക്കിയേ. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല മനോഹരമായിട്ടുള്ള വഴികളിലൂടെയൊക്കെ ഓടിയിട്ട് ഇപ്പോൾ ലുപ്തുക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലുള്ള ഒരു, ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് 1-2 റൊട്ടി മേടിച്ചു. കാരണം നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം കറി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ റൊട്ടി വാങ്ങിച്ചിട്ട് റൊട്ടിയും മീൻകറിയും കഴിക്കാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇവിടെ മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും ഇവിടെ കുറേ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു രസകരമായിട്ടുള്ള കാഴ്ച, നമ്മുടെ മറ്റേ സാറ്റണിപ്പൊത്ത് ഉണ്ടല്ലോ, പിള്ളേർ ഇവിടെ നിന്ന് സാറ്റണിപ്പൊത്ത് കളിക്കുന്നു. നല്ല രസം കേട്ടോ. 20 വരെ എണ്ണീട്ട് ഓടാട്ടാ. Your name? My name is Ishaka. Ishaka. Acha name. Your name? Himanshu. Huh? Himanshu. Himanshu. Oh, your name? Aradhyani. Huh? Aradhyani. Aradhyani. My name is Crispy. Crispy. Oh. Hide and seek. Hide and seek. Oh, okay, okay. In Malayalam, you will say Satanipothu. ഓക്കെ. കുറച്ച് നേരം ഇവിടെ ഈ കുട്ടികളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു സ്ഥലമാട്ടോ നമ്മുടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർ ഭയങ്കര കളിയാട്ടാ. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നൊക്കെ ഒളിച്ച് നോക്കിക്കൊണ്ടിരിക്കട്ടാ. സ്മൈലൊക്കെ ക്യൂട്ട്. മേഘത്തിൽ തട്ടി നിൽക്കുന്ന പോലെയുള്ള 2 വലിയ മലകൾ, ആ മലകൾക്കിടയിലൂടെ റോഡ് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഉള്ള ഈ ഒരു ഗ്രാമം ഉള്ളത്. അപ്പോൾ ലുത്തുക്ച എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുകളിലോട്ടൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. അവിടെ വീടുകളുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ റൂട്ടിൽ ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറേ ഭാഗങ്ങൾ
മൗണ്ടൻ റോഡുകളായിരിക്കും, പക്കാ ഡേഞ്ചറസ് ആയിട്ടുള്ള മൗണ്ടൻ റോഡ്. ആ റോഡുകളെല്ലാം പാസ് ചെയ്തിട്ട് നമ്മൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം നമുക്ക് കടകൾ, വേണ്ടുന്ന പച്ചക്കറി അല്ലെങ്കിൽ ഹോട്ടൽ അങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൗണ്ടൻസിൻ്റെ ഇടയിലുള്ള റോട്ടിൽ കൂടിയാണ് ട്രാവൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു മീൻകറിയും കൂട്ടിയിട്ട് നമ്മുടെ ആലു പൊറോട്ട കഴിക്കണം കേട്ടോ. എന്താണ് കോമ്പിനേഷൻ ഓഫ് ഹിമാചൽ ആൻഡ് കേരള. അതെ, ഹിമാചലി ആലു പൊറോട്ടയും നമ്മുടെ കേരള ഫിഷ് കറി. കേരള ഫിഷ് ഹിമാലയൻ ആട്ടാ, ഹിമാലയൻ കാറ്റ് ഫിഷ്. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഈ ആലു പൊറോട്ട ഇത്ര ടേസ്റ്റ് ഉണ്ട് ഇപ്പഴാണ് മനസ്സിലായത്. കറിയും കൂട്ടി ഇപ്പൊ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് കർച്ചം ഡാമിൻ്റെ അടുത്താണ്. കർച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് റെക്കോങ്ക്യൂയിലോട്ട് 23 കിലോമീറ്റർ, ഇവിടുന്ന് റൈറ്റാണ് ഇപ്പോൾ ചിത്ഗുൽ വില്ലേജിലോട്ടൊക്കെ ഉള്ള റോഡ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു പാലം കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഫിക്സഡായിട്ട് യാതൊരു പ്ലാനും ഇല്ല. എവിടെയൊക്കെയാണ് റോഡ് ഓപ്പൺ ആയിട്ടുള്ളത് അവിടെയൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പോയിട്ട് ആൾക്കാരോട് ചോദിച്ചു എന്താണ് നമ്മുടെ പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കയറി. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകിൽ വാക്ക് എങ്ങോട്ട് പോകണം നോക്കാം. നമുക്ക് അങ്ങനെ പ്ലാൻ ഒന്നുമില്ലല്ലോ ജാബി. അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് പോകണ ഇപ്പൊ നമുക്ക് സാംഗ്ല, ചിത്കുല് ഒക്കെ നേരെ നമ്മള് സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ്. നമുക്ക് മാറ്റി റൈറ്റ് വീഴുവല്ലേ, റൈറ്റ് പോയിട്ട് സംഗ്ല ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും പോയി നോക്കാം എന്താണ് സ്ഥിതി നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ അവിടെ നിൽക്കാം. എന്താ നമുക്ക് പ്ലാൻ ഒന്നുമില്ല. അതാണ്. അപ്പൊ നമ്മളപ്പോ ഇവിടുന്ന് റൈറ്റ് ചെയ്യാൻ പോകട്ടോ അല്ലേ? അതല്ല. ഓക്കെ, പോവാം. നമ്മളിവിടുന്ന് തിരിഞ്ഞ് സംഗ്ല ഭാഗത്തോട്ട്. ഇങ്ങോട്ടല്ലേ? ആ, അവിടെ റൈറ്റ് പോകല്ലേ? ബാസ്പ റിവർ അല്ലേ? ബാസ്പ വാലി എന്നും പറയുന്നു. അങ്ങനെ കർച്ചം ഡാമിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ഈ റൂട്ടിലോട്ട് കയറിയേക്കാട്ടോ. അപ്പോൾ ശരിക്കും ഈ റൂട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സംഗ്ല വാലി, ചിത്ഗുൽ. അങ്ങനെ ശരിക്കും ഈ ചിത്ഗുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജാണ്. അതായത് അതിനപ്പുറം, ആ വില്ലേജിനപ്പുറം പിന്നെ ടിബറ്റ് ബോർഡറാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ തേടിയിട്ട് നമ്മളിങ്ങനെ പോകട്ടെ. അപ്പോൾ ഈ റൂട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. അതുപോലെ എപ്പോൾ വേണമെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാവുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഇനി ഉള്ള നമ്മുടെ അനുഭവങ്ങളും അതുപോലെ ഒരു ചെറിയൊരു സർപ്രൈസും കൂടി നമുക്കിനി അടുത്തൊരു വീഡിയോ കൂടി തരാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് വരെ വെയിറ്റ് ചെയ്യാം.